മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പലപ്പോഴും പലരും ബുദ്ധിമുട്ടാറുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റാൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇന്ത്യൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാർ, സ്റ്റുഡൻസ് മുതൽ വർക്കിംഗ് പ്രൊഫഷണൽസൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. അതിലൊരു 90% ആൾക്കാർക്കും കമ്മ്യൂണിക്കേഷനിലാണ് എപ്പോഴും പ്രശ്നമുണ്ടാവാറുള്ളത്. എനിക്ക് കണക്ട് ചെയ്യാൻ തോന്നുന്നത് ഡ്രൈവിങ്ങുമായിട്ടാണ്. പലരും നല്ല ഡ്രൈവറാണ് എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരുണ്ടാവും. അവരുടെ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് സ്പീഡിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നു, വളരെ പെട്ടെന്ന് വണ്ടി ഓടിച്ച് പോകുന്നു, ചിലപ്പോൾ കാര്യമായിട്ട് അപകടങ്ങളൊന്നും ഉണ്ടാകാണ്ടൊക്കെ എത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച്, ഓരോ സിറ്റുവേഷൻസിന് അനുസരിച്ചുള്ള ഒരു ഡ്രൈവിംഗ് എബിലിറ്റി കാണിക്കുക. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഹൈവേയിൽ ഓടിക്കുന്ന രീതിയിലല്ല നമ്മൾ ടൗണിൽ കൂടെ ഓടിക്കുക. അതുപോലെയല്ല ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഹെയർ പിൻസൊക്കെ ഉള്ള റോഡിൽ ഓടിക്കുക. അതുപോലെ തന്നെ പല സമയത്തും നമ്മൾ മെച്യൂരിറ്റി കാണിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. എന്ന് പറയുന്നത് പോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തും ഇതേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന രീതിയുണ്ട്. ഇതുപോലെയല്ല ഒരിക്കലും ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനൊപ്പം സംസാരിക്കുന്നത്. അതേപോലെ ആവില്ല നാളെ ഒരു കോളേജിൽ വിട്ട് സെഷൻ എടുക്കുമ്പോൾ സംസാരിക്കുന്നത്. അപ്പം ഓരോ തരത്തിലും സംസാരിക്കുന്നൊരു ഡിഫറൻസസ് ഉണ്ടാവും. ആൾക്കാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ, ഇപ്പം ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ ആൾക്കാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് വേണ്ടൊരു സ്കില്ലുണ്ട്. അപ്പം അങ്ങനെ പല തരത്തിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷന് ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പലരും ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്. ഈ 4 ആഴ്ചത്തെ ഒരു പ്രോഗ്രാം, അത് ദിവസം 1 മണിക്കൂർ കൊണ്ടുള്ള പ്രോഗ്രാമിലൊക്കെ എങ്ങനെയാണ് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ പറ്റി തന്നെയാണ്. ഡ്രൈവിങ്ങിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ പല തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കരിയറിലേക്കൊന്ന് പോകുമ്പോൾ നമ്മളൊരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു MNCയിലൊരു പ്ലേസ്മെൻറ്റ് ഡ്രൈവൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ടെൻഷൻ വന്നിട്ടുള്ള ചില ഏരിയാസ് ഉണ്ടാവും. ഒന്ന് ഡെഫിനറ്റ്ലി ഇൻ്റർവ്യൂ ആണ്. മറ്റൊരു കാര്യം വരുന്നത് പലപ്പോഴും ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും. നമുക്ക് തന്നെ അറിയാം, ഒരിക്കലും ഗ്രൂപ്പ് ഡിസ്കഷനിൽ എങ്ങനെ സംസാരിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് ഇൻ്റർവ്യൂവിൽ സംസാരിക്കാൻ പറ്റില്ല. അത് തന്നെ 2 തരത്തിലുള്ളൊരു കോൺവെർസേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസസ് ഉണ്ട്. ഇനി ഈ സംസാര രീതി ആവില്ല നമ്മൾ ഒരു ജോലിക്ക് കയറുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്. ഏതൊക്കെ തരത്തിൽ നമ്മളുടെ കരിയറിൽ നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളതിനെയൊക്കെ അസസ് ചെയ്ത് അതേ തരത്തിലൊക്കെ നമ്മൾ സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നത്. സോ നമുക്കിവിടെ ഒരു പല സിറ്റുവേഷൻസിൽ ഡിസ്കഷൻസിൻ്റെ സ്കോപ്പുണ്ട്. അതൊരിക്കലും ഓക്കെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്യൂ എന്നൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ പെർസ്പെക്റ്റീവിലല്ല നമ്മൾ ചെയ്യുന്നത്. വളരെ ക്യാഷ്വലായിട്ട് ഒരു ലക്ഷ്യം വെച്ച് കൊടുക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ എയിം, നിങ്ങൾ ഇതിലേക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഒന്ന് കൊണ്ടുവരൂ, ഒന്ന് ഡിസൈഡ് ചെയ്തെടുക്കൂ എന്ന് പറയുമ്പം എല്ലാവരും കൂടി ചേർന്നൊരു ഡിസ്കഷൻ കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനെ ക്ലോസ്ലി ഇവാലുവേറ്റ് ചെയ്തിട്ട് ഓരോരുത്തരും എങ്ങനെയാണ് ആ ഒരു ഡിസ്കഷനിൽ സംസാരിക്കുന്നത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പേഴ്സണലായിട്ട് അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ അവർക്ക് പ്രസൻറ്റേഷൻസ് ഉണ്ടാവും. അത് മലയാളത്തിലും വരുന്നു, ഇംഗ്ലീഷിലും വരുന്നു. ചില സമയത്ത് മലയാളത്തിലെ പ്രസൻറ്റേഷൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാൾ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ തീരെ കോൺഫിഡൻ്റ് അല്ലാണ്ടൊരു പ്രസൻറ്റേഷൻ ആയിരിക്കും കാണിക്കും. ചിലർ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും, ഉള്ളിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും അബൌട്ട് സബ്ജക്റ്റ്. പക്ഷേ സംസാരിക്കുന്നത് മറ്റൊരാളെ കേൾക്കുമ്പോൾ ഒട്ടും കോൺഫിഡൻ്റ് അല്ല എന്നുള്ള ഫീലിലേക്ക് വന്നേക്കാം. അതുപോലെ ഒരു ടീമിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു നല്ലൊരു ടീം പ്ലെയർ സംസാരിക്കുന്ന സമയത്ത് നമുക്കെപ്പോഴും ഒരു രീതി ഉണ്ടാവും. എന്നാൽ ആസ് എ ലീഡറായിട്ട് മാറുന്ന സമയത്ത് അവിടെ ഒരു ട്രാൻസിഷൻ ഉണ്ടാവണം. അതായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ഈ പറഞ്ഞൊരു വ്യക്തിയുടെ സംസാര രീതി. അല്ലെങ്കിൽ ഈ വ്യക്തി സംസാരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റൻഷൻ എങ്ങനെയാണ്, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ആ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ ഒരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ വ്യത്യാസങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ ഓരോ തരത്തിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. സോ അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് അവിടെ എവിടെയൊക്കെ മിസ്റ്റേക്സ് വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് കോർഡിനേറ്റേഴ്സും പാർട്ടിസിപ്പൻസുമായിട്ടുള്ള പേഴ്സണൽ 1-on-1 ഫീഡ്ബാക്ക് സെഷൻസിൽ ഇരിക്കുന്ന സമയത്ത് അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ഡിസ്കസ് ചെയ്യാനും വീണ്ടും ട്രൈ ചെയ്ത് നോക്കി അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു സ്കോപ്പാണ് പ്രോഗ്രാമിൽ ഉണ്ടാകുന്നത്. സോ എത്ര മണിക്കൂർ എന്നുള്ളതോ എത്ര ദിവസങ്ങൾ എന്നുള്ളതോ അല്ല, ലിമിറ്റഡ് ടൈം ആണെങ്കിലും എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഗുണം. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്.